Peace Ministries. நீ எகிப்து தேசத்திலிருந்து புறப்பட்ட நாளில் நடந்தது போலவே உன்னை அதிசயங்களை காண பண்ணுவேன். மீகா 7:15. According to the days of thy coming out of the land of Egypt, will I shew unto him marvelous things. Micah 7:15. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே உங்கள் ஒவ்வொருவருக்கும் God Goes His Ministry சார்பாக புத்தாண்டு வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். தேவனாகிய கர்த்தர் தம்முடைய பெரிதான கிருபையினாலே இந்த புதிய ஆண்டிலே நம்மை பிரவேசிக்க செய்திருக்கிறார். அவருக்கு ஸ்தோத்திரமும் கனமும் துதியும் மகிமையும் உண்டாவதாக. நமது ஊழியத்தின் மூலமாக ஒவ்வொரு நாளும் தேவ வார்த்தைகளை பகிர்ந்து கொண்ட தேவ ஊழியர்களையும் குடும்பங்களையும் தேவனாகிய கர்த்தர் ஆசீர்வதிப்பாராக. ஒவ்வொரு நாளும் இன்றைய மன்னா செய்தியை கேட்டு பிரயோஜனம் அடைந்த அநேகருடைய சாட்சிகளை இம்மட்டும் கேட்டிருக்கிறோம். இந்த ஆண்டிலும் கூட தம்முடைய வார்த்தையில் மாறாதவராகிய கர்த்தருடைய வார்த்தையை விசுவாசத்தோடு கேட்போம், கவனிப்போம், நிச்சயம் ஆசீர்வாதங்களை பெறுவோம். இந்த புதிய ஆண்டிலே தேவன் தமது வார்த்தைகளை நிச்சயம் நிறைவேற்றுவார் என்ற விசுவாசத்தோடும் நம்பிக்கையோடும் காத்திருப்போம். தேவனுடைய வார்த்தைகளுக்கு கீழ்ப்படிய நம்மை நாமே ஒப்பு கொடுப்போம். கர்த்தர் மகத்துவமான காரியங்களை செய்வதற்கு வல்லமையுள்ளவர். நம்முடைய நம்பிக்கை வீண் போகாது. தேவன் சகலவற்றையும் அதினதின் காலத்திலே நேர்த்தியாய் செய்கிறவர். இந்த புதிய ஆண்டையும் கூட நமக்கு தேவன் தந்திருக்கிறார். நல்ல எதிர்பார்ப்போடும் விசுவாசத்தோடும் காத்திருப்போம். இந்த ஆண்டு மகிமையாக துவங்கட்டும். கர்த்தர் தாமே இந்த ஆண்டு முழுவதும் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം ഒരുക്കി തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ മുഖം കണ്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ നൽകി. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഗോഡ് ഹൂസ് ഹീസ് മിനിസ്ട്രിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന തോമസ് സാറിനെയും തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എൻ്റെ ടീമംഗങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായി മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകാൽ പ്രാർത്ഥിക്കുകയാണ്. ഈ മിനിസ്ട്രി മുഖാന്തരം അനേകരെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തുവാനും അനേകർ ദൈവിക പരിജ്ഞാനത്തിൽ വളർന്നു വരുവാനും ഇടയായി തീരട്ടെ എന്ന് പ്രത്യേകാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ദൈവം നമ്മൾ തക്ക സമയത്ത് മറുപടി നൽകുകയും ചെയ്യുന്നു എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ കഷ്ടതകൾ, പ്രയാസങ്ങൾ എല്ലാം വളരെ അധികമായി നേരിടുമ്പോഴാണ് നാം ദൈവത്തെ കൂടുതൽ അറിയുവാൻ ഇടയായി തീരുന്നത്.
സ്തോത്രം. ആകയാൽ ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ ഒരു വാക്യം വായിപ്പാൻ താല്പര്യപ്പെടുകയാണ്. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്. ഹിസ്കിയാവിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ് എഴുതിയിരിക്കുന്നത്. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നു അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യം വരികയില്ല എന്ന് അരുളി ചെയ്യുന്നു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചൂരിന് നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തു രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിവിടെ വായിപ്പാൻ ഇടയായി തീർന്നിരിക്കുന്നത്. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്ന ഈ കോണ്ടെക്സ്റ്റ് വളരെ മനോഹരമായ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ ദൈവം തന്നോട് ഇടപെടുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളിവിടെ വചനം വായിപ്പാൻ ഇടയായത്. അതായത് ഹിസ്കിയാവ് രാജാവ് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ സ്തോത്രം വളരെ മനോഹരമായ രാജ്യഭാരം ചെയ്തു വളരെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച ഒരു രാജാവാണ്. ആ രാജാവിന് തൻ്റെ ജീവിതകാലത്ത് മരിക്കത്തക്ക നിലയിൽ ഒരു അസുഖം ഉണ്ടാകുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആ അസുഖം അതികഠിനമായി തീർന്നു. താൻ മരിച്ചു പോകും എന്ന അവസ്ഥയിൽ എത്തുവാനിടയായി. ആ സമയത്ത് ഹിസ്കിയാ രാജാവിൻ്റെ അടുക്കലേക്ക് പ്രവാചകനായ യെശയ്യാവിനെ ദൈവം അയച്ചിട്ട് ദൈവം അരുളി ചെയ്യുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. വളരെ കഠിനമായ ഒരു മെസ്സേജാണ്, ഒരു ദൂതാണ് ഹിസ്കിയാ രാജാവിന് ദൈവം കൊടുക്കുന്നത്. ഇതേ കാര്യം തന്നെ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്പം കോണ്ടെക്സ്റ്റ്, ഇത് സെയിം കോണ്ടെക്സ്റ്റ് തന്നെയാണ്. 1-2 വേർഡിങ്സ്, 1-2 സെന്റൻസുകൾ കൂടുതൽ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, താൻ അനുഭവിക്കുന്ന രോഗത്തിന്റെ സീരിയസ്നെസ് അല്ലെങ്കിൽ സിവിയറിറ്റി അത് അതിഭീകരമാണ്. മരിക്കും, ഉറപ്പാണ്. ദൈവം തന്നെ സാക്ഷ്യം പറയുകയാണ്, നീ മരിച്ചു പോകും, നിശ്ചയമായും നീ മരിച്ചു പോകും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? വേഗത്തിൽ നിന്റെ ഗൃഹകാര്യം ക്രമീകരിച്ചുകൊള്ളുക. നിന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നീ ക്രമീകരിച്ചുകൊള്ളുക. നിന്റെ കുടുംബത്തിൽ, നിന്റെ മക്കളോടുള്ള ബന്ധത്തിൽ, നിന്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ, നിന്റെ രാജ്യഭരണത്തോടുള്ള ബന്ധത്തിൽ മുതലായ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നീ ക്രമീകരിച്ചുകൊള്ളുക. നീ മരിച്ചു പോകും എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം ഹിസ്കിയാ രാജാവിനോട് അരുളി ചെയ്യുകയാണ്. എന്നാൽ ഹിസ്കിയാവിന്റെ പ്രതികരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറയുകയാണ്, അപ്പോൾ ഹിസ്കിയാവ് എന്ത് ചെയ്തു? തന്റെ മുഖം ചൂരിന് നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. താൻ എന്താണ്? ദൈവസന്നിധിയിൽ ഈ ഒരു ദൂതിന്റെ മുമ്പാകെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. താൻ പ്രാർത്ഥിച്ച് ഇപ്രകാരമാ പറയുന്നത്, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ. താൻ ചെയ്ത കാര്യങ്ങളെ ദൈവസന്നിധിയിൽ ഓർമ്മിപ്പിക്കുന്ന വാക്കുകളാണ് ഇവിടെ പറയുന്നത്. ഹിസ്കിയാ രാജാവിന് തന്റെ ജീവിതം എന്താണെന്നറിയാം. തനിക്ക് വളരെ പ്രാഗൽഭ്യമുണ്ട് തനിക്ക് ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ. തൻ്റെ പഴയ ജീവചരിത്രമൊക്കെ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലും 2 ദിനവൃത്താന്ത പുസ്തകത്തിലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. താൻ യഹോവയുടെ മുമ്പാകെ എങ്ങനെ നടന്നു, എങ്ങനെ രാജ്യഭാരം ചെയ്തു. അവന് സ്തോത്രം പൂർണ്ണ ഹൃദയത്തോടെ തന്നെയാണ് ദൈവത്തെ ശുശ്രൂഷിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ്. ഇവിടെ താൻ പറയുകയാണ്, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ
എന്ന് പറഞ്ഞു. ഒറ്റ വാക്കാണ്, ഒറ്റ സെന്റൻസ് ആണ് ദൈവസന്നിധിയിൽ താൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് കരഞ്ഞത്. എന്താ പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്, യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്നു നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവെ, ഞാൻ നിനക്ക് പ്രസാദമുള്ളത് ചെയ്തു. വളരെ വിശ്വസ്തയോടെ ഞാൻ നിന്നെ സേവിച്ചു. വളരെ ഏകാഗ്രതയോടെ ഞാൻ നിന്റെ മുമ്പാകെ നടന്നു. നീ അത് ഓർക്കണമേ. 3 കാര്യങ്ങളാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ഒറ്റ പ്രാർത്ഥനയിൽ എന്താണ്? ഞാൻ വളരെ വിശ്വസ്തയോടെ, വളരെ ഏകാഗ്രതയോടെ ഞാൻ നടന്നു, നിനക്ക് പ്രസാദമുള്ളത് ഞാൻ ചെയ്തു. ഈ ഒറ്റ പ്രാർത്ഥന, ഒറ്റ വാക്കുകൾ താൻ ദൈവസന്നിധിയിൽ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താണ്? പ്രവാചകൻ പോകുവാനായിട്ട്, രാജാക്കന്മാർ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്, പോകുവാനായിട്ട് തിരുമുറ്റത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ഉടനെ യഹോവയുടെ അരുളപ്പാട് പ്രവാചകൻ ഉണ്ടായി. പറഞ്ഞു, ഹിസ്കിയാവിനോട് നേരെ അടുത്ത് ചെന്ന് ദൂത് മാറ്റി പറയുന്നതായിട്ട് നമ്മളിവിടെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ അന്നേരം പറയുന്നതാണ്, ദൈവം പറയുന്ന 5-ാമത്തെ വാക്യം, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. എന്താ മറുപടി? എന്താണ്? നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. വളരെ അർത്ഥമുണ്ട്. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് മറുപടി എന്താ പറയുന്നത്? ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തു രക്ഷിക്കും. സ്തോത്രം. ദൈവം ഒരു വലിയ വാഗ്ദത്തമാണ് അവിടെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ 15 സംവത്സരം കൂട്ടി തന്റെ രാജ്യത്തെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ എന്താണ്? ഈ നഗരത്തെ രക്ഷിക്കും എന്ന് ദൈവം തന്നെ പറയുകയാണ്. അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് ഈ നഗരത്തെ രക്ഷിക്കും. വളരെ വലിയ ഒരു പ്രോമിസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിന്റെ കാരണം എന്താണ്? നമ്മൾ വായിച്ചു, നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്താണ്? ഒന്ന്, കർത്താവിന്റെ തിരുമുമ്പിൽ ഹിസ്കിയാ രാജാവ് വളരെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച ഒരു രാജാവാണ്. താൻ പറയുന്നു, താൻ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുമ്പാകെ പറയുകയാണ്. ആർക്ക് പറയാൻ കഴിയും? കർത്താവെ, ഞാൻ നിന്നെ സേവിച്ചത് വളരെ വിശ്വസ്തയോടെയാണ്. കുറ്റമറ്റ മനസാക്ഷിയോടെ ഞാൻ ശുശ്രൂഷ ചെയ്തു. ചതിവും വഞ്ചനയുമില്ലാതെ ഞാൻ നിന്നെ ശുശ്രൂഷിച്ചു എന്ന് ആർക്ക് പറയാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹിസ്കിയാവ് തന്റെ ജീവിതത്തെ ആകമാനം നോക്കിക്കൊണ്ട് പറയുകയാണ്, സ്തോത്രം, കർത്താവെ, ഞാൻ നിന്റെ മുമ്പാകെ വളരെ വിശ്വസ്തയോടെ നിന്നെ സേവിച്ചു. രണ്ടാമത് പറയുന്നു, ഏകാഗ്ര ഹൃദയം, മനസ്സ് പതറിപ്പോകാതെ ഞാൻ നിന്നെ ശുശ്രൂഷിച്ചു. അതുപോലെ സ്തോത്രം. പിന്നെ പറയുന്നു, നിനക്ക് എന്റെ പ്രവൃത്തികളൊക്കെ നിനക്ക് പ്രസാദം ഉണ്ടാകത്തക്കവണ്ണമാണ് ഞാൻ ചെയ്തത്. ഇത് നീ ഓർക്കണമേ. സ്തോത്രം. തന്റെ പ്രവൃത്തികളെല്ലാം ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു. സ്തോത്രം. വളരെ ഏകാഗ്രതയോടെ താൻ ദൈവത്തെ ശുശ്രൂഷിച്ചു. സ്തോത്രം. വളരെ സ്തോത്രം വിശ്വസ്തയോടെ തന്നെ സേവിച്ചു. ഈ 3 കാര്യങ്ങൾ താൻ അക്കമിട്ട് നിരത്തിയപ്പോഴാണ് ദൈവത്തിന്റെ മറുപടി വരുവാൻ ഇടയായത്. അതിന് ദൈവം കൊടുക്കുന്ന മറുപടി എന്താ? ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ പിതാവിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യും. നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവം, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അവിടെ എടുത്തത് ആരുടെ പിതാവിനെ? ആരെ എടുത്തിരിക്കുന്നത്? ദാവീദിനെ ഒരു മോഡലാക്കി നിർത്തിക്കൊണ്ടാണ് സ്തോത്രം തന്നോട് സംസാരിക്കുന്നത്. പഴയ നിയമ രാജാക്കന്മാരുടെ കാലത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു, രാജാക്കന്മാരെയൊക്കെ അളക്കുന്ന ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ദാവീദിനെ പോലെ ശുശ്രൂഷിച്ചു. ദാവീദ് അവിടേക്ക് ഒരു മാനദണ്ഡമായിരുന്നു, ഒരു അളവുകോലായിരുന്നു ദാവീദ്. അവർ എന്റെ ദാസനായ ദാവീദിനെ പോലെ പൂർണ്ണ ഏകാഗ്രതയോടെ എന്നെ സേവിച്ചു. പലരോടും പറയുന്നത്, പല രാജാക്കന്മാരോടും ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദോഷം ചെയ്തവരോടൊക്കെ അങ്ങനെ ദൈവം പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇവിടെ പറയും, എന്ന് പറഞ്ഞാൽ ദാവീദ് ചെയ്ത ആ നന്മ പ്രവൃത്തികൾ പോലെ നീയും എൻ്റെ ജീവിതത്തിൽ ചെയ്തത് കൊണ്ട് ദാവീദിന്റെ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വരുന്നു. ഇവിടെ ദൈവം മാതൃകയാക്കി പറയുകയാണ്, ദാവീദിന്റെ ദൈവം
നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമാണ് നിന്നോട് ഇപ്പോൾ സംസാരിക്കുന്നത്. നിന്റെ പിതാവായ ദാവീദ് എന്നെ സേവിച്ചു, അവൻ എനിക്ക് ശ്രേഷ്ഠമായത്, എനിക്ക് ഉത്തമമായത്, എന്നെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്തതുകൊണ്ട് അവനെ ഞാൻ തിരിച്ചു കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവന്റെ ദൈവമാണ് നിന്നോട് ഇപ്പോൾ അരുളി ചെയ്യുന്നത്, നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ പോകും, നിന്നെ വിടുവിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, പിതാക്കന്മാര് എന്ത് സമ്പാദിച്ചാലും അതിന്റെ ഫലം മക്കൾക്കുള്ളതാണ്, മക്കളെയാണ് അതിനനുഭവിപ്പാൻ പോകുന്നത് എന്ന് നമുക്കവിടെ മനസ്സിലാക്കണം. അവര് മാനം സമ്പാദിച്ചാൽ അത് മക്കൾ അനുഭവിക്കും, ധനം സമ്പാദിച്ചാൽ അത് മക്കൾ അനുഭവിക്കും. അവര് ഹല്ലേലൂയ അപമാനമാണ് സമ്പാദിക്കുന്നതെങ്കിൽ അത് മക്കളാണ് അനുഭവിക്കാൻ പോകുന്നത്. ഇവിടെ പറയുന്നു, ദാവീദ് മാന്യമായി ജീവിച്ചത് കൊണ്ട് ദാവീദിന്റെ ദൈവം അരുളി ചെയ്യുകയാണ്. ദാവീദിന്റെ പ്രവൃത്തികളെ ദൈവം ഒരിക്കലും മറന്നു കളയാതെയാണ് ഇവിടെ അരുളി ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റ വാക്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നതാണ്, ഹിസ്കിയ പ്രവാചകന്റെ ഹൃദയം തകർന്നുള്ള ആ ഒറ്റ പ്രാർത്ഥനയ്ക്കാണ് മറുപടി ലഭിച്ചത്. എന്താണ്? ദൈവം അരുളി ചെയ്തു കഴിഞ്ഞപ്പോൾ താൻ മുഖം ഭിത്തിയുടെ നേരെ തിരിഞ്ഞു നിർത്തി താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് വിലപിച്ച് ഉച്ചത്തിൽ നിലവിളിച്ച് ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ നീ എന്നെ ഓർക്കണമേ, ഞാൻ നിന്റെ സന്നിധിയിൽ ജീവിച്ചത് ഓർക്കണമേ, ഞാൻ നിന്റെ മുമ്പാകെ കർത്താവേ നടന്നത് എങ്ങനെയെന്ന് നീ ഓർക്കണമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥന എന്ത് ചെയ്തു? ദൈവത്തിന്റെ മറുപടി തന്നെ ആ സ്പോട്ടിൽ വെളിപ്പെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആ സ്പോട്ടിൽ താൻ പറഞ്ഞ ആ നിമിഷം, പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ ഹൃദയം തകർന്ന് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ വേറൊരു ചിന്തയുമില്ലാതെ ഹല്ലേലൂയ വളരെ വേദനയോടെ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് തന്നെ മറുപടി ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നു, ഹൃദയത്തിൽ നിന്നുള്ള ആ പ്രാർത്ഥന, തന്റെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ നിന്നുള്ള ഒറ്റ പ്രാർത്ഥന മതി ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടിയുള്ള തീരുമാനം മാറ്റുവാൻ. ഇതാ ഹിസ്കിയാവിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവം തീരുമാനിച്ചു, ഹിസ്കിയാവേ നിന്റെ ജീവിതം ഇവിടെ തീരുകയാണ്, മരിക്കും, നീ മരിക്കും, നിന്റെ ഗൃഹകാര്യം ക്രമീകരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ ആ ഒറ്റ തീരുമാനം, ദൈവത്തിന്റെ പദ്ധതി, തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനുകൾ ഇതാ ഇവിടെ തന്റെ പ്രാർത്ഥനയിലൂടെ ദൈവം അത് മാറ്റാൻ തയ്യാറായി എന്ന് നമ്മൾ മറന്നു കളയരുത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഒരിക്കലും സംഭവിക്കുന്നില്ലെങ്കിലും മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾക്ക് മാറ്റുവാൻ നമ്മുടെ പ്രാർത്ഥന മതി എന്ന് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ നിനവയിൽ ഹല്ലേലൂയ തന്റെ ദാസനായി യോനായെ അയച്ചിട്ട് ദൈവം പറഞ്ഞു, ഇന്നേക്ക് 40 ദിവസത്തിനുള്ളിൽ പ്രൈസ് ദി ലോർഡ് നിനവെ പട്ടണം നിർമൂലമായി പോകുമെന്ന് താൻ പ്രവചിച്ചു. ആ ദൈവം അങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കി തീരുമാനിച്ചു. നിനവേക്കാരുടെ ദുഷ്ടത അത്ര വലുതായിരുന്നു. എന്നാൽ ഹല്ലേലൂയ എന്താണ്, ആബാലവൃദ്ധം ജനങ്ങൾ, രാജാവും പ്രജകളും ഒരുമിച്ച് ഈ ദൂത് കേട്ടിട്ട് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവർ 3 ദിവസത്തേക്ക് തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല. അവർ മാത്രമല്ല, അവരുടെ സകല നാൽക്കാലികളും അവർക്ക് തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. എന്നിട്ട് അവിടെ ദൈവം പറയുന്നതാണ്, ദൈവം അവരുടെ പ്രവൃത്തികളാൽ അവർ ഹല്ലേലൂയ മാനസാന്തരപ്പെട്ടു അനുദപിച്ചു എന്ന് കണ്ടവർ ദുർമാർഗങ്ങൾ വിട്ടുതിരിഞ്ഞു എന്ന് കണ്ടിട്ട് ദൈവം അവർക്ക് വരുത്തുമെന്ന് നിരൂപിച്ചിരുന്ന അനർത്ഥത്തെ കുറിച്ച് അനുദപിച്ചെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതികൾ, നമ്മൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതികൾ മാറ്റുവാനിടയായി തീരും. ആ ഒരൊറ്റ പ്രാർത്ഥന, ഹൃദയം നുറങ്ങിയുള്ള ഒരൊറ്റ പ്രാർത്ഥനയാണ് സ്തോത്രം ഹല്ലേലൂയ ഹിസ്കിയാവിന്റെ ജീവിതത്തെ മാറ്റിമറിപ്പാനിടയായത്. അത് മുഖാന്തരം തനിക്ക് എന്താ ലഭിച്ചത്? 15 വർഷത്തേക്ക് പ്രൈസ് ദി ലോർഡ് സ്തോത്രം ആയുസ് നീട്ടിക്കിട്ടി. മാത്രമല്ല തന്റെ രാജ്യത്തെ സംരക്ഷിക്കുമെന്നുള്ള ഒരു വാഗ്ദത്തം തനിക്ക് കിട്ടി. അശ്ശൂർ രാജാവിന്റെ ഭയപ്പെടണ്ട എന്നുള്ള ഒരു ദൂതും തനിക്ക് ലഭിക്കാനിടയായി. എന്താ? ഒറ്റ പ്രാർത്ഥന. മൂന്നാമത് നമുക്ക് കാണാൻ കഴിയുന്നു, ആ ഹൃദയം തുറന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ്. ആരാണോ തനിക്കെതിരായി പ്രവചിച്ചത് ആ പ്രവാചകനെ കൊണ്ട് തന്നെ തിരുത്തിച്ച് പറയുവാൻ ദൈവം ദൂത് കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരാണ് ഹിസ്കിയാവിന് 15 ആയുസ് തീർന്നു എന്ന് പ്രവചിച്ചത്, തന്റെ ഗൃഹകാര്യം ക്രമീകരിച്ചുള്ള നീ മരിക്കുമെന്ന് പ്രവചിച്ചത്, അതേ പ്രവാചകൻ അതേ സ്പോട്ടിൽ തന്നെ പ്രൈസ് ദി ലോർഡ് താൻ കടന്നു വന്ന് വീണ്ടും പറയുകയാണ്, ഈ ഒറ്റ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് പറയുകയാണ് പ്രൈസ് ദി ലോർഡ്. ആ പ്രവാചകനെ തന്നെയാണ് ദൈവം ഉപയോഗിച്ചിരിക്കുന്നത്.
ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മൾ കടന്നു പോകാറുണ്ട്, വേദനയുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, പ്രൈസ് ദി ലോർഡ്, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മറ്റാരെയും പഴിചാരുകയല്ല, മറ്റാരെയും ദുഷിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ദൈവത്തിന്റെ മുമ്പാകെ പോയിരുന്ന്, ദൈവത്തിന്റെ മുമ്പാകെ ഇരുന്ന് നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. താൻ രാജാവാണ്, യെശയ്യാവിനെ വേണമെങ്കിൽ വിസ്തരിക്കാം, തന്നെ വേണമെങ്കിൽ പീഡിപ്പിക്കാം ഈ ദൂത് പറഞ്ഞതിന്. എന്നാൽ താൻ അങ്ങനെയല്ല ചെയ്തത്. അങ്ങനെ ചെയ്ത രാജാക്കന്മാരെ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തോട് അരുളപ്പാട് പറഞ്ഞ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ആമോസിനോട് പറഞ്ഞു, സ്തോത്രം, നീ ഇവിടെ പ്രവചിക്കരുത് എന്ന്. പ്രൈസ് ദി ലോർഡ്, നീ ഹല്ലേലൂയ. എന്നാൽ ഇതുപോലെ വേണമെങ്കിൽ കൽപ്പന പുറപ്പെടുവിക്കാമായിരുന്നെങ്കിലും താൻ അതിനൊന്നും തയ്യാറായില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. താൻ എന്താ ചെയ്തത്? ഭിത്തിയോട് താൻ മുഖം തിരിച്ച് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, വിലപിച്ചു. ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ടു. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് വിഷയത്തിനും മറുപടിയുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് ബലപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നമായിരിക്കാം, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളായിരിക്കാം, ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം, നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കടഭാരങ്ങളെ എന്ത് വിഷയമായിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രൈസ് ദി ലോർഡ് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മളെ വിടുവിപ്പാൻ മതിയായ ദൈവമാണ്. നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകളെ അടച്ച് നമുക്ക് ഈ വചനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ടു, ഹൃദയം തകർന്നുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഹൃദയം തകർന്നുള്ള പ്രാർത്ഥന ഹല്ലേലൂയ ദൈവത്തിന്റെ ഭക്തന്മാർക്ക് വേണ്ടി തന്റെ തീരുമാനങ്ങളെ മാറ്റുന്നു. ഹൃദയം തുറന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ് തന്നോട് ദൂത് പറഞ്ഞ ആ പ്രവാചകനെ കൊണ്ട് തന്നെ തന്റെ വാക്കുകളെ ഹല്ലേലൂയ മാറ്റി പറയിപ്പിക്കുവാൻ ഇടയായത്. താൻ പറഞ്ഞ പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ, ഞാൻ നിന്റെ മുമ്പാകെ സ്തോത്രം വളരെ ഏകാഗ്രതയോടെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വിശ്വസ്തയോടെ ദൈവത്തിന് പ്രസാദമുള്ളതുപോലെ ഞാൻ ജീവിച്ചു എന്ന് നീ ഓർക്കണമേ. അങ്ങനെ ഓർത്തു ദൈവം ആ പ്രാർത്ഥന കേട്ടു. തന്റെ പിതാവായ ദാവീദിന്റെ ദൈവം അരുളി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി കൊടുക്കുവാനിടയായി. തനിക്ക് ആയുസ് 15 വർഷം കൂടെ നീട്ടിക്കിട്ടുവാനിടയായി. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാത നിമിഷത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നാഥാ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം ഞങ്ങളോട് ദൈവം സംസാരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ദൈവാത്മാവിന്റെ വലിയ വ്യാപാരം ഇവിടെ ഉണ്ടാകേണ്ടതിന് ഏൽപ്പിച്ചു തരികയാണ്. കർത്താവെ, ഇന്ന് ഈ വചനം കേട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടണമേ. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ വ്യാപരിക്കണമേ. അവരുടെ മേലുള്ള ബലഹീനതകൾ നീക്കുമാറാകണമേ. അവരുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും പെട്ടെന്ന് മറുപടി ദൈവം കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, അവരെ കുറിച്ചുള്ള ദൈവിക പ്ലാനുകൾ, ഹല്ലേലൂയ, ദുഷ്ടൻ ഹല്ലേലൂയ കർത്താവെ, ദൈവത്തിന്റെ പ്ലാൻ പോലും മാറ്റുവാൻ കഴിയുമെന്ന് കർത്താവെ ഇവിടെ വചനത്തിലൂടെ കേൾക്കുവാനിടയായി. ദൈവമേ സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. അവരെന്ത് പ്രശ്നത്തിലൂടെ കടന്നു പോയാലും ആ പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം കൊടുത്ത് ദൈവനെ വിടുവിച്ച് മുമ്പോട്ട് നയിക്കണമേ എന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ, തോമസ് സാറിനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളെക്കായി സ്തോത്രം, എല്ലാ ടീമംഗങ്ങൾക്കായി സ്തോത്രം. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ചു തരികയാണ്. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ സമാധാനത്തോടെ ആയിരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. அநேக நேரங்களில் நாம் யோசிப்பது, ஆண்டவர் உரைத்ததற்கும் என் வாழ்க்கையில் நடந்து கொண்டிருப்பதற்கும் ஒரு சம்பந்தமும் இல்லை என்றுதான். அநேக வாக்குத்தத்தங்கள் நம்மை குறித்தும் நம் பிள்ளைகளை குறித்தும் ஆண்டவர் கொடுத்திருக்கிறார். அது எல்லாம் என்ன ஆச்சு, நடக்குமா என்ற சந்தேகம் உண்டு. ஆனால் வசனம் சொல்லுகிறது, அவர் சொன்னதை செய்யும் வரை அவர் நம்மை கைவிடுகிற தேவனே அல்ல. அவர் எதை துவக்கினாரோ அதை முடிப்பார். கர்த்தர் எனக்காய் யாவையும் செய்து 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 முடிப்பார். சொன்னதை செய்யும் வரை அவர் என்னை கைவிடுவதில்லை. சொன்னதை செய்யும் வரை
கர்த்தர் எனக்காய் யாவையும் செய்து முடிப்பார். கர்த்தர் எனக்காய் மலைகளை பெயர்ப்பாரே. நீர் எனக்காக செய்ய நினைத்ததை ஒருவனும் தடை செய்ய முடியாது. நீர் நினைத்தது நடக்கும். நீர் நிர்ணயித்தது நிச்சயமாகவே நிலை நிற்கும். மனம் மாற நீர் மனிதர் அல்ல, சொல்லியும் நீர் செய்யாமல் இருப்பதில்லை. நீ சொன்னது நடக்குமோ என்ற சந்தேகம் இல்லை. நீ நினைத்தது நிலை நிற்குமோ என்ற பயமும் இல்லை. நீ சொன்னது நடக்குமோ என்ற சந்தேகம் இல்லை. நீ நினைத்தது நிலை நிற்குமோ என்ற பயமும் இல்லை. சொன்னதை செய்யும் வரை அவர் என்னை கைவிடுவதில்லை. சொன்னதை செய்யும் வரை அவர் என்னை கைவிடுவதில்லை. கர்த்தர் எனக்காய் யாவையும் செய்து முடிப்பார். கர்த்தர் எனக்காய் மலைகளை பெயர்ப்பாரே. கர்த்தர் எனக்காய் யாவையும் செய்து முடிப்பார். கர்த்தர் எனக்காய் மலைகளை பெயர்ப்பாரே. நீ கடந்து வந்த பாதைகளில் பட்ட கஷ்டத்தை எல்லாம் மறக்கும் அளவுக்கு ஆண்டவர் வரப்போகிற நாட்களை ஆசீர்வதிக்க போகிறார். வாழ்க்கையில் எதையெல்லாம் நீ இழந்தாயோ, எதெல்லாம் உன்னிடத்திலிருந்து பறிக்கப்பட்டதோ, அதையெல்லாம் ஆண்டவர் திரும்ப கொடுக்க போகிறார். நீ வெட்கப்பட்ட இடத்துல ஆண்டவர் உன் தலையை உயர்த்த போகிறார். என் நிந்தனை நிரந்தரம் இல்லை என்றீரே. நான் இழந்ததை திரும்பவும் தருவேன் என்றீரே. என் நிந்தனை நிரந்தரம் இல்லை என்றீரே. நான் இழந்ததை திரும்பவும் தருவேன் என்றீரே. சொன்னதை செய்யும் வரை நீர் என்னை கைவிடுவதில்லை. சொன்னதை செய்யும் வரை நீர் என்னை கைவிடுவதில்லை. கர்த்தர் எனக்காய் யாவையும் செய்து முடிப்பார். கர்த்தர் எனக்காய் மலைகளை பெயர்ப்பாரே. கர்த்தர் எனக்காய் யாவையும் செய்து முடிப்பார். கர்த்தர் எனக்காய் மலைகளை பெயர்ப்பாரே. குழப்ப வேண்டாம், அழுதது போதும். உலக பிரகாரமான தகப்பனுக்கே தன் பிள்ளைக்கு எதை எப்ப கொடுக்கணும்னு தெரியும் போது நம் பரமபிதா செய்யாமல் இருப்பாரா? கொடுக்காமல் இருப்பாரா? இதோ ஒரு புதிய காரியத்தை அவர் செய்ய போகிறார். உன் வேதனைக்கெல்லாம் நிச்சயமாகவே ஒரு முடிவு உண்டு. கர்த்தர் எனக்காய் யாவையும் செய்து முடிப்பார். கர்த்தர் எனக்காய் மலைகளை பெயர்ப்பாரே. கர்த்தர் எனக்காய் யாவையும் செய்து முடிப்பார். கர்த்தர் எனக்காய் மலைகளை பெயர்ப்பாரே. கர்த்தர் உனக்காய் யாவையும் செய்து முடிப்பார்.